ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്നാ രസമല്ല. ശ്രീനിവാസനും മോഹൻലാലും കൂടെ പറയുന്ന പോലെ പാകിസ്ഥാനികളെ കരച്ചിൽ കേൾക്കാൻ നല്ല രസമായിരുന്നു. പാകിസ്ഥാനികൾ എന്തായാലും ദുബായിലിട്ട് അങ്ങ് തീർത്തെന്തായാലും ഇന്ത്യൻ ടീം സൂപ്പർ പെർഫോമൻസ്. നമ്മൾ എന്താണ് ബൈക്കൗട്ട് ചെയ്യുന്നത്? ഇവന്മാരെ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് തോപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവന്മാർ സത്യം പറഞ്ഞാൽ നാണമില്ല. ഇപ്പം 11 കളിയായി ഏഷ്യ കപ്പിൽ ഇന്ത്യ ജയിക്കുന്നു. ഇവർ കേവലം 6 കളി. 2022 ഏഷ്യ കപ്പിലാണ് അവസാനമായിട്ട് ഇന്ത്യക്കെതിരെ ഇവന്മാർ ജയിക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ 2023 നമ്മൾ ഇവരെ തോൽപ്പിച്ചു, 2024 തോൽപ്പിച്ചു, 2025 തോൽപ്പിച്ചു, ഇന്നും തോൽപ്പിച്ചു. ഇനി വരുന്ന കളിയിൽ തോൽപ്പിക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട. സത്യം പറഞ്ഞ പാകിസ്ഥാനികൾ നിങ്ങൾ ബൈക്കൗട്ട് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ കളിക്കരുത്. സത്യം പറഞ്ഞ ഏകപക്ഷീയമായിട്ട് വന്ന് ഇന്ത്യയുടെ മുമ്പിൽ ഇങ്ങനെ തോക്കരുത്. 2020 നോക്കുവാണെങ്കിൽ കുറച്ച് കാലമായിട്ട് ഏകപക്ഷീയമായിട്ടല്ലായിരുന്നു തോറ്റുകൊണ്ടിരിക്കുന്നത്. അത് 2022 2020 വേൾഡ് കപ്പിലായാലും 2024 2020 വേൾഡ് കപ്പിലായാലും കുറച്ച് ഫൈറ്റൊക്കെ കാഴ്ചവെച്ചായിരുന്നു. ഇതിലും നല്ലതല്ലേ ബാബർ അസാമും റിസ്വാനും? നിങ്ങളാ പാവങ്ങളെ ഇതിനെ പിടിച്ച് പുറത്ത് കളഞ്ഞത്? അവരുള്ളപ്പോൾ കുറച്ച് ഫൈറ്റെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് വരുന്നു, എല്ലാവരും കൂടെ എല്ലാം സ്ലോഗ് കളിക്കുന്നു. ഒരു ഇന്റൻഷനേ ഉള്ളായിരുന്നു പാകിസ്ഥാനികൾക്ക് ബൂമറെ 6 അടിക്കണം. കളി ജയിച്ചാലും തോറ്റാലും ഒരു പ്രശ്നമില്ല. ഇപ്പം ബൂമറെ 6 അടിച്ചവൻ അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയി. അയ്യോടാ ബൂമറെ 6 അടിച്ചതാണ്, ബൂമറെ 6 അടിച്ച്. കളി തോക്കുന്നു ജയിക്കുന്നു ഒന്നും പാകിസ്ഥാനികൾ ഒരു പ്രശ്നമല്ലായിരുന്നു. വരുക, സ്ലോഗ് അടിക്കുക, കയറി പോവുക. സൂര്യകുമാർ യാദവിന്റെ തിലക് വർമ്മയുടെ പെർഫോമൻസ് കണ്ടുപടി. എങ്ങനെയാണ് സ്പിന്നിനെതിരെ കളിക്കേണ്ടത്, എങ്ങനെയാണ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കേണ്ടതെന്ന് അവർ രണ്ടും കൂടെ കാണിച്ചു തന്നു. സ്പിന്നറിനെ എങ്ങനെയാണ് കളിക്കേണ്ടത് നോക്കുവാണെങ്കിൽ വളരെ ടഫായിട്ടുള്ള ഒരു പിച്ചായിരുന്നു. ഒരു ഫ്ലാറ്റ് പിച്ചേ അല്ല, ഒരു സ്ലോയിഷ് ആയിട്ടുള്ള, ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള പിച്ചായിരുന്നു. ബോൾ വലിയ രീതിയിലൊന്നും ടേൺ ചെയ്തില്ലായിരുന്നു. എന്നാൽ ഒരു 160-150 റൺസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു വിന്നിംഗ് സ്കോർ തന്നെയാണ്. ഇന്ത്യ സ്ലോഗ് ഒന്നും കളിക്കാൻ പോയില്ല. അഭിഷേക് ശർമ്മയൊക്കെ ആയിരുന്നു റോള്. അഭിഷേക് ശർമ്മ ഇങ്ങോട്ട് വരുന്നു. 13 ബോളിൽ 31 റൺസ്. ഇന്ത്യ 6 ഓവറിൽ 61 റൺസ്, 1 വിക്കറ്റ്. അവിടെ തന്നെ കളി തിരിഞ്ഞു. അഭിഷേക് ശർമ്മ ഇങ്ങോട്ട് വന്നു, കളിയെ കംപ്ലീറ്റ് തിരിച്ചു. 13 ബോളിൽ നിന്ന് 31 റൺസ്. ഇതാണ് അഭിഷേക് ശർമ്മയുടെ റോള്. വരുക, അടിക്കുക, കയറി പോവുക. 4 4ഉം 2 6ഉം. അതിൽ ഷൈൻഷാ അഫ്രീദിയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ലോങ് ഓണിന് മേളിലൂടെ ഒരു 6 അടിക്കുന്നു. എക്സ്ട്രാ കവറിന് മേളിലൂടെ ഒരു 6 അടിച്ചതായിരുന്നു. എന്നാ സൂപ്പർ 6 ആയിരുന്നു അറിയാമോ? ഷൈൻഷാ അഫ്രീദിയെ എക്സ്ട്രാ കവറിന് മേളിലൂടെ അടിച്ച ആ ഒരു 6 സൂപ്പർ 6 ആയിരുന്നു കേട്ടോ. അഭിഷേക് ശർമ്മയ്ക്ക് സൂര്യകുമാർ യാദവിനും അല്ലെങ്കിൽ ഗില്ലിനും തിലകിനൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ നമ്പർ 8 സാക്രിഫൈസ് ചെയ്തത്. ഒരു പ്രോപ്പറായിട്ടുള്ള ബോളറെ മാറ്റിയിട്ട് നമ്പർ 8 വരെ ഒരു ഓൾറൗണ്ടർ ഇട്ടത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയാണ്. വന്ന് അടിച്ചങ്ങ് തീർത്തോണം. പാകിസ്ഥാനിൽ എത്ര പേരുടെ വിക്കറ്റ് എടുക്കും? അഭിഷേക് ശർമ്മ പോയ ശുമൻ ഗില്ല് പോയ തിലക് പോയി കഴിഞ്ഞാൽ സൂര്യ പോയി കഴിഞ്ഞാൽ ഹാർദിക് പോയി കഴിഞ്ഞാൽ സഞ്ജു പോയി കഴിഞ്ഞാൽ ഡുബെ. എത്ര പേരെ പാകിസ്ഥാനികൾ എറിഞ്ഞിടുമായിരുന്നു. സൂപ്പർ പെർഫോമൻസ്. ഏകപക്ഷീയമായിട്ട് അങ്ങ് തീർത്തു കൊടുത്തു പാകിസ്ഥാനികളെ. ഇനി ഇന്ത്യയുടെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ സൂപ്പർ പെർഫോമൻസ്. സൈം അയ്യൂബ് 6 6 അടിക്കാൻ വേണ്ടി വന്നതാണ് ബൂമറെ. ഹാർദിക് പാണ്ഡ്യ പറയാം, ആദ്യം നീ എന്നെ ഒന്ന് 6 അടി, എന്നിട്ടല്ലേ അപ്പനെ 6 അടിക്കുന്നത്. ഫസ്റ്റ് ബോൾ തന്നെ സൈം അയ്യൂബ് ഡക്ക് ഏറ്റുവിടുന്നു. രണ്ടാമത്തെ ഓവർ മുഹമ്മദ് ഹാരിസ്, അവരുടെ സൂര്യകുമാർ യാദവ് ആണെന്നാണ് പറയുന്നത്, 360 വരുന്നു. ബൂമറെ 6 അടിക്കാൻ പോകുന്നു. 30 യാർഡ് സർക്കിളിന്റെ അകത്ത് ക്യാച്ച്. ഹാരിസിന്റെ കാര്യം തീർന്നു. പിന്നെ നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ അവിടെ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഏകദേശം പവർ പ്ലേയിൽ 42-ൽ 2 എത്തി. ഏകദേശം നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഫർഹാൻ അവിടെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. ഫക്കർ സൽമാൻ അവിടെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞുള്ള 4 ഓവർ ഇന്ത്യയുടെ സ്പിന്നർമാരെ പാകിസ്ഥാന്റെ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കുന്ന പെർഫോമൻസ്. കേവലം 7 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുക്കുന്നു. നിർണായകമായ വിക്കറ്റ്. അവിടെ എടുത്തു പറയുന്നത് അക്ഷർ പട്ടേലിന്റെ ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു. ആ നിർണായകമായ വിക്കറ്റ്. ഫക്കർ സൽമാൻ നോക്കുവാണെങ്കിൽ നല്ല ടച്ചായിട്ട് നിൽക്കുമായിരുന്നു. അക്ഷർ പട്ടേൽ വരുന്നു, ഫക്കർ സൽമാൻ എടുത്തുകൊണ്ട് പോകുന്നു. ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ഒരു ബോൾ ഇട്ട് കൊടുക്കുന്നു. ഫക്കർ തീർന്നു. അവരുടെ ക്യാപ്റ്റൻ വരുന്നു. ഏകദേശം 22 ഡോട്ട് ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുക. അവരുടെ ക്യാപ്റ്റനെ പ്രഷറിലാക്കി അക്ഷർ പട്ടേൽ സൽമാൻ അലി ആകെ പറഞ്ഞു വിടുന്നു. അതോടെ നോക്കുവാണെങ്കിൽ ഏകദേശം തീർന്നു. പിന്നെ നോക്കുവാണെങ്കിൽ റെഗുലർ ഇന്റർവെല്ലിൽ പാകിസ്ഥാന്റെ വിക്കറ്റ് പോയിക്കൊണ്ടേയിരുന്നു. പിന്നെ വരുന്നു ചൈനമാൻ കുൽദീപ് യാദവ്. എന്നാ സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു. 2 നവാസ്മാരെയും ഒരു ഓവറിൽ തീർത്തു. ഒരു നവാസ് ഉണ്ടല്ലോ, മുഹമ്മദ് നവാസ്, ബാബർ അസാമിന്റെ മാച്ച് വിന്നറാണ്, വരുന്നു, തീർത്തു. അടുത്ത അവരുടെ ഹാർദിക് പാണ്ഡ്യയാണ്, ബിഗ് ഹിറ്ററാണ്. ഹസൻ നവാസ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരുത്തനാണ്, 150 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. ഹസൻ നവാസിനെയും കുൽദീപ് യാദവ് വരുന്നു, തീർക്കുന്നു. എന്നാ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അക്ഷർ പട്ടേലും കുൽദീപും കൂടെ ചേർന്ന് അവിടെ കാഴ്ചവെച്ചെന്ന് അറിയാമോ? സ്പിന്നർമാരെ കളിക്കാനേ അവർക്ക് പറ്റുന്നില്ലായിരുന്നു. നോക്കുവാണെങ്കിൽ വലിയൊരു ടേണിംഗ് ട്രാക്ക് ഒന്നും അല്ലായിരുന്നു. എന്നാൽ ബോളിന് ഗ്രിഫ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു സ്ലോയിഷ് ആയിട്ടുള്ള, ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു പിച്ചിൽ ബോളിന് നല്ല രീതിയിൽ ഗ്രിഫ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. കുൽദീപ് യാദവിനാണെങ്കിൽ ഗൂഗിൾ കിട്ടുന്നുണ്ടായിരുന്നു. സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ഒരു മാർജിൻ ഓഫ് എററും കൊണ്ടുവന്നില്ല. സൂപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഓരോരുത്തരെ എടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ ഫർഹാന്റെ വിക്കറ്റ് അവിടെ. കുൽദീപ് വരുന്നു, ഫർഹാന്റെ വിക്കറ്റ് എടുക്കുന്നു. ഫർഹാൻ അവിടെ നിന്നിട്ട് ഒരു 150-160 കൊണ്ടുപോകാൻ കഴിഞ്ഞാണ്. ഇന്ത്യയുടെ സ്പിന്നർമാരുടെ 12 ഓവർ സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു ഹെല്ല് തന്നെയായിരുന്നു, ഒരു നരകം തന്നെയായിരുന്നു. കുൽദീപ് പോകുമ്പോഴത്തേന് വരുൺ പോകുമ്പോഴത്തേന് അക്ഷർ വരും. അങ്ങനെ കറക്കി അങ്ങ് വീഴ്ത്തി കളഞ്ഞു പാകിസ്ഥാനികളെ. പിന്നെ വരുൺ ചക്രവർത്തി നോക്കുവാണെങ്കിൽ ഒരു വിക്കറ്റ് അവിടെ എടുത്തു. അതൊരു നിർണായക വിക്കറ്റാണ്. പക്ഷെ നോക്കുവാണെങ്കിൽ ഒരു ഓഫ് ഡേ പോലെ തോന്നിയ ഒരു ബെസ്റ്റ് അല്ലായിരുന്നു. അക്ഷർ പട്ടേലിനെ കുൽദീപിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അത്ര ഒരു ബെസ്റ്റ് ആയിട്ട് തോന്നിയില്ല.
ഫസ്റ്റ് ഓഫ് ഓൾ പവർ പ്ലേയിൽ ബോൾ ചെയ്യാൻ വരുന്നു, അവിടെ അല്പം അടി കൊണ്ടു. 18ാമത്തെ ഓവറിൽ ബോൾ ചെയ്യാൻ വരുന്നു, അവിടെ അല്പം അടി കൊണ്ടു. നോക്കുകയാണെങ്കിൽ വരുൺ ചക്രവർത്തിയുടെ ഒരു ദിവസമല്ലായിരുന്നു. സാരമില്ല, അല്ല വരുന്നുള്ള ദിവസങ്ങളിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമായിരിക്കും. ഇന്റർനാഷണൽ മത്സരത്തിൽ എന്തായാലും ബുംറ അങ്ങനെ 6 അടിക്കുന്ന കാര്യം ഫർഹാൻ ഏറ്റെടുത്തു. സോ ആ റെക്കോർഡ് ഇനി പാകിസ്ഥാന്റെ പേരിലാണ്, ഫർഹാന്റെ പേരിലാണ്. നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഈ സ്കോർ 80-ലോ 90-ലോ ഒക്കെ പോയാനെ. ഫർഹാൻ നല്ലൊരു ബാറ്റിംഗ് കാഴ്ചവെച്ചു കേട്ടോ, എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു ബാറ്റിംഗ് ഇന്റന്റ് തന്നെയായിരുന്നു. ബുംറ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അടിക്കുമെന്ന് വെച്ചാൽ തന്നെ സംഭവിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു ഫർഹാൻ. പിന്നെ ഷൈൻഷാ അഫ്രീദി, അതാണ് എന്നെ സത്യം പറഞ്ഞ് ഞെട്ടിച്ച് കളഞ്ഞത്. ഈ സ്കോർ ഒരു 90-ലോ 100-ലോ ഒക്കെ നിന്ന് പോയേനെ. പക്ഷേ ഷൈൻഷാ അഫ്രീദി വന്ന് കാഴ്ചവെച്ച അവിടെ ഒരു ബാറ്റിംഗ് 4 സിക്സ് അടിച്ചത്, 2 സിക്സ് ഹാർദിക് പാണ്ഡ്യയെ. സോ അതാണ് എൻ്റെ ഒരു കൺസേൺ. 16 ബോളിൽ നിന്ന് 33 റൺസ് എടുക്കുന്നു. ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടോട്ടൽ പാകിസ്ഥാന് കൊടുക്കുന്നു ഷൈൻ അഫ്രീദി. സോ അവസാനത്തെ 4 ഓവറിൽ ഇന്ത്യ അല്പം റണ്ണ് വഴങ്ങി കേട്ടോ. ഏകപക്ഷീയമായിട്ട് കുറച്ചും കൂടെ മുമ്പേ പാകിസ്ഥാനെ തോൽപ്പിക്കാമായിരുന്നു. പക്ഷേ എന്നാൽ അവസാനത്തെ 4 ഓവറിൽ ഇന്ത്യ വഴങ്ങുന്ന 44 റൺസാണ്. എനിക്ക് തോന്നുന്നില്ല ബുംറയെ 3 ഓവർ എറിയിപ്പിക്കുന്നത് പവർ പ്ലേക്കകത്ത് നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഡെത്ത് ഓവറിൽ 18ാമത്തെ ഓവർ വരുൺ ചക്രവർത്തി എറിയിക്കാൻ കൊണ്ടുവരുന്നു, വരുൺ ചക്രവർത്തിക്ക് അവിടെ അടികൊള്ളുന്നു. ബുംറയുടെ ഒരു ഓവർ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഈ സ്കോർ അല്പം ഒന്ന് കുറയ്ക്കാമായിരുന്നു. പിന്നെ ഹാർദിക് പാണ്ഡ്യ അവസാനത്തെ ഓവറിൽ ഷൈൻഷാ അഫ്രീദി 2 സിക്സ് അടിക്കുന്നു. ഏകദേശം 16 റൺസോളം ഹാർദിക് പാണ്ഡ്യ അടിക്കുന്നു. ചെറിയൊരു കൺസേൺ ഉണ്ട്, ഇന്ത്യക്ക് ഒരു സെക്കൻഡ് ബോളർ വേണോ? പാകിസ്ഥാനെതിരെയൊക്കെ ഓക്കെ, ഇനി അടുത്തുള്ള ടീമുകൾക്കെതിരെ എന്താകും പെർഫോമൻസ് എന്ന് അറിയാൻ വയ്യ. മേ ബി ഇന്ത്യ ഈ ടീമുമായിട്ട് തന്നെ പോകാനായിരിക്കാൻ ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഫാസ്റ്റ് ബോളർമാർക്ക് അത്ര ബെനിഫിറ്റ് കിട്ടുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. തുടക്കത്തിൽ ഫാസ്റ്റ് ബോളർമാർക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എങ്ങനെ പോയാലും ഒരു 4-5 ഓവർ 2 സൈഡിലോട്ടും ബോൾ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ എന്നൊരു സെക്കൻഡ് ഓപ്ഷൻ ഇന്ത്യ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ ഓവറിൽ വിട്ടുകൊടുക്കുന്ന 16 റൺസാണ്. ആദ്യത്തെ പവർ പ്ലേയിൽ വരുന്നു, വിക്കറ്റൊക്കെ എടുത്തു, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. റൺസ് വഴങ്ങുന്നു ഹാർദിക് പാണ്ഡ്യ, അതൊരു ചെറിയൊരു കൺസേൺ ആണ്. പിന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ശുഭ്മാൻ ഗിൽ വരുന്നു. സെയിം ചാമ്പ്യൻസ് ട്രോഫിയിൽ എങ്ങനെയാണോ അബ്രാർ അഹമ്മദിനെതിരെ ഔട്ടായത് അതേപോലെ സൈം അയ്യൂബിനെതിരെ ഔട്ടാവുന്നു. ക്യാരം ബോൾ ജഡ്ജ് ചെയ്യാൻ കഴിയാതെ ഔട്ടാവുന്നു. പിന്നെ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും കൂടെ എന്നുള്ള ഒരു സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ്. തിലക് വർമ്മയുടെ എക്സ്ട്രാ കവറിന് മേളിലൂടെ ഉള്ള ഒരു 6 ഉണ്ടായിരുന്നു സുഫിയ മുക്കീമിനെ. എന്നാ സൂപ്പർ 6 ആയിരുന്നു അറിയാമോ? നോക്കുവാണെങ്കിൽ ഒരു റണ്ണ ബോളാണ് കളിച്ചത് തിലക് വർമ്മ. പക്ഷേ എനിക്ക് തോന്നുന്നു സാഹചര്യത്തിനനുസരിച്ച് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും കളിച്ചു. വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കേണ്ട. പാകിസ്ഥാനികൾ കളിച്ച പോലെ സ്ലോ ഷോട്ട് കളിച്ച് വിക്കറ്റ് തോന്നി കളയണ്ട. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ബൗണ്ടറി കണ്ടെത്തേണ്ടടുത്ത് ബൗണ്ടറി കണ്ടെത്തി. സോ മനോഹരമായിട്ട് കളിച്ചു. പാകിസ്ഥാനികൾക്ക് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് സ്പിന്നിനെ കളിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചിൽ കളിക്കേണ്ടതെന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് ഇനി ഇന്ത്യ കാഴ്ചവെക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പിച്ചിൽ കളിക്കുന്നത് പോലെ ഇവിടെ വന്നൊരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഔട്ട്ഫീൽഡൊക്കെ ഒരുപാട് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചിൽ, സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പിച്ചിൽ അങ്ങനെ ഒന്നും കളിക്കാൻ പറ്റത്തില്ല. സോ സാഹചര്യത്തിനനുസരിച്ച് സൂപ്പറായിട്ട് കളിച്ചു. പിന്നെ സൂര്യകുമാർ യാദവ് പാകിസ്ഥാനെതിരെയുള്ള ഹയസ്റ്റ് സ്കോറാണ്. ഇതിന് മുമ്പ് 18 റൺസ് എടുത്തിട്ടുള്ളായിരുന്നു. എപ്പോഴും പാകിസ്ഥാനികൾ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, നിങ്ങളുടെ സ്കൈ ഞങ്ങൾക്കെതിരെ കളിക്കത്തില്ല എന്നുള്ളത്. ഇന്ന് വരുന്ന സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച 37 ബോളിൽ നിന്ന് 47, ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ്. സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ട് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ അത്രയ്ക്ക് മനോഹരമായിട്ട് ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നു. ബംഗ്ലാദേശിനെതിരെയാണ് നല്ലൊരു പെർഫോമൻസേ ഉള്ളായിരുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ ആ ഗ്രാഫ് ഡൗൺ ആയിരുന്നു. എന്നാൽ ഇന്ന് സൂപ്പർ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സൂര്യകുമാർ യാദവിന് പെർഫോമൻസ് കാഴ്ചവെച്ചാലേ കഴിയത്തുള്ളൂ. കാരണം ഗില്ല് അവിടെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. 2026 വരെ പോകണമെങ്കിൽ സൂര്യകുമാർ യാദവിന് ഇതേ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണം. ഒരു സൂപ്പർ ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. ഒരു രീതിയിലുള്ള എറം കൊണ്ടുവന്നില്ല. ഇന്ത്യൻ ടീമിന്റെ മേളിൽ പ്രഷർ ഇട്ടില്ല. സൂപ്പറായിട്ട് വന്ന് സ്വീപ്പ് ഷോട്ടൊക്കെ കളിക്കുന്നു. അബ്രാർ അഹമ്മദിനെ ആയാലും സുഫിയ മുക്കീമിനെ ആയാലും മുഹമ്മദ് നവാസിനെയൊക്കെ ആയാലും മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തു. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് സൂര്യകുമാർ യാദവ്. നോക്കുകയാണെങ്കിൽ അബ്രാർ അഹമ്മദും ഉള്ള ഒരു ഭേദപ്പെട്ട ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ബാക്കി നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ശരിക്കും കൊടുത്തു. ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാനികളെ തോൽപ്പിച്ചു. ഇങ്ങനെ തന്നെയാണ് തോൽപ്പിക്കേണ്ടത്. അപ്പോൾ ഇനി എന്തായാലും ഒരു കളിയും കൂടെ എന്തായാലും പാകിസ്ഥാനോടെ കളിക്കേണ്ടി വരുമായിരിക്കും ഗ്രൂപ്പ് സ്റ്റേജിൽ. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് പാകിസ്ഥാൻ ഫൈനലിൽ വരാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. വെൽ ഡൺ ഇന്ത്യ, വെൽ ഡൺ.